ഇന്ന് നമ്മുടെ കേരളത്തെ ഞെട്ടിച്ചൊരു വാർത്ത നമ്മൾ കേട്ടു. കരുനാഗപ്പള്ളിയിൽ ഗുണ്ടാ നേതാവ് അലുവ അതുലിനെ പട്ടാപ്പകൽ നടു റോട്ടിൽ വെട്ടിക്കുന്നു. കൊലക്കേസ് പ്രതിയായിരുന്ന അതുൽ ജാമ്യത്തിൽ ഇറങ്ങിപ്പോകുന്ന വഴിയാണ് ഒരു കൂട്ടം ഗുണ്ടാ സംഘം ഈ ക്രൂരകൃത്യം ചെയ്തത്. ഇത് കേൾക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വലിയ സത്യമുണ്ട്. അക്രമവും പ്രതികാരവും മനുഷ്യ ജീവിതത്തെ എത്രത്തോളം നശിപ്പിക്കുന്നുവെന്ന് ഈ സംഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. വിശുദ്ധ ബൈബിളിൽ ഇതുപോലുള്ള ഒരു സംഭവം നമ്മൾ കാണുന്നുണ്ട്. യോഹന്നാൻ 18:10. ശിമിയോൻ പത്രോസ് വാളൂരി പ്രധാന പുരോഹിതന്റെ ഭൃത്യനെ വെട്ടി അവന്റെ വലത് ചെവി ഛേദിച്ചു കളഞ്ഞു. ഇത് വായിക്കുമ്പോൾ ആരായിരുന്നു ശിമിയോൻ എന്ന് നമ്മൾ തിരിച്ചറിയണം. ലൂക്ക 6:15 പറയുന്നു, തീവ്രവാദിയായി അറിയപ്പെട്ടിരുന്ന ശിമിയോൻ തീവ്രവാദിയായിരുന്നുവെന്ന് ബൈബിൾ പറയുന്നു. അതുകൊണ്ടാണ് തന്റെ ഗുരുവിനെ പിടിച്ചു കൊണ്ടുപോകുമ്പോൾ അവൻ വാളെടുത്ത് വെട്ടിയത്. സമയം വന്നപ്പോൾ ശിമിയോൻ തന്റെ തനി സ്വഭാവം പുറത്തെടുക്കുകയാണ്. പക്ഷെ ഇത് കണ്ടപ്പോൾ തന്നെ യേശു പത്രോസിനോട് പറഞ്ഞ വാക്ക് വളരെ ശക്തമായ ഒരു സന്ദേശമാണ് നമുക്ക് നൽകുന്നത്. മത്തായി 26:52. വാൾ ഉറയിലിടുക, വാളെടുക്കുന്നവൻ വാളാൽ നശിക്കും. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ബൈബിളിൽ വളരെ വ്യക്തമായി പറയുന്ന ഒരു സത്യമുണ്ട്. വാളെടുത്തവൻ വാളാൽ നശിക്കും. നമ്മൾ എന്ത് ചെയ്യുന്നു അത് നമുക്ക് തിരിച്ചു കിട്ടും. നല്ലത് ചെയ്താൽ നല്ലത് കിട്ടും. മോശമാണ് നമ്മൾ ചെയ്യുന്നതെങ്കിലോ അതും നമുക്ക് തിരിച്ചു വരും. ഇതൊരു ആത്മീയ സത്യം മാത്രമല്ല, ഒരു പ്രകൃതി നിയമവും കൂടിയാണ്. ഇന്ന് സമൂഹത്തിൽ നടക്കുന്ന പല അക്രമങ്ങൾക്കും ഒരു കാരണം കൂടിയുണ്ട്. കൂടുതലും സിനിമകളിലൂടെയാണ് ഇത്തരം കൊലപാതകങ്ങളും ക്രൂരമായ കുറ്റകൃത്യങ്ങളും നമ്മൾ കാണുന്നത്. ഇന്നത്തെ യുവജനങ്ങൾ അത് കണ്ട് സിനിമയാണ് ജീവിതമെന്ന് കരുതുന്നു. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ സത്യമുണ്ട്. സിനിമ ഒരിക്കലും ജീവിതമല്ല. സിനിമയായിട്ട് കാണണം, വിനോദത്തിനായി കാണണം. പക്ഷേ അത് ജീവിതത്തിലേക്ക് വരുമ്പോഴാണ് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. കൊലപാതകങ്ങൾ, പ്രതികാരം, മാരകരമായ തെറ്റുകൾ, ഇവയൊക്കെ സംഭവിക്കുന്നത് അതിലൂടെയാണ്. അതുകൊണ്ട് ഇന്നത്തെ യുവജന തലമുറയോട് പറയാനുള്ള ഒരു കാര്യമുണ്ട്. പകരത്തിനു പകരം ചോദിക്കാതെ, ഒരിക്കലും ഈ വഴികളിലേക്ക് പോകാതെ നല്ല രീതിയിൽ ജീവിക്കാൻ ശ്രമിക്കണം. ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് തല്ലാനോ കൊല്ലാനോ അല്ല. എനിക്ക് പരിചയമുള്ള ഒരു ഗുണ്ടാ നേതാവിനെ ഒരിക്കൽ കാണാനിടയായി. കേരളത്തിന് പുറത്തും അറിയപ്പെടുന്ന കുപ്രസിദ്ധനായ ഗുണ്ടാ നേതാവ്. അദ്ദേഹത്തോട് ഞാൻ ഒരിക്കലും ചോദിച്ചു, ഇതൊക്കെ ഒന്ന് നിർത്തിക്കൂടെ? ആ സമയം അദ്ദേഹം പറഞ്ഞ മറുപടി ഇതാണ്. വളരെ വേദനയോടെയാണ് അദ്ദേഹം പറഞ്ഞത്, നിർത്തണമെന്നുണ്ട്, പക്ഷേ പറ്റുന്നില്ല. പ്രിയപ്പെട്ടവർ, ഒരുപാട് സമയം കഴിഞ്ഞാൽ നമുക്ക് ഇത് നിർത്താൻ പറ്റാത്ത വിധത്തിൽ ഇത് നമ്മെ അടിമപ്പെടുത്തും. പിന്നെ നമ്മുടെ ജീവന് തന്നെ ഇതൊക്കെ ഭീഷണിയായി തീരും. അതുകൊണ്ട് ഞാൻ ഇന്നത്തെ യുവ ജനങ്ങളോട് പറയുന്നത് ഇതാണ്: ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഒരിക്കലും കടക്കരുത്. സ്നേഹവും സമാധാനവുമുള്ള നാടാണ് നമ്മുടെ കേരളം. നമ്മൾ ഇതിനെ വിളിക്കുന്നത് ദൈവത്തിന്റെ സ്വന്തം നാടെന്നാണ്, അല്ലെ? അതുകൊണ്ട് ഈ നാട് അങ്ങനെ തന്നെ നിലനിൽക്കണമെങ്കിൽ നാം സ്നേഹവും സമാധാനവും തിരഞ്ഞെടുക്കണം. അക്രമമല്ല സ്നേഹം, പ്രതികാരമല്ല ക്ഷമ, വൈരാഗ്യമല്ല സമാധാനം എന്നും ഈ വചനം നമുക്ക് ഓർക്കാം. വാളെടുക്കുന്നവർ വാളാൽ നശിക്കും.